Good afternoon. Okay. സാറ്റർഡേ സൺഡേ ഒക്കെ അവധിയായിരുന്നു അല്ലേ? 2 ദിവസമൊക്കെ അവധി കിട്ടി. എന്താ പറയാ, അതിന് മുന്നേ എടുത്തതൊക്കെ നോക്കിയായിരുന്നോ? വായിച്ചു നോക്കിയോ നിങ്ങള്? വായിച്ചു നോക്കിയോ നിങ്ങള്? ഡയറ്റ് ഇട്ടിട്ടുണ്ട്. നമ്മൾ സാറ്റർഡേ സൺഡേ ഒക്കെ അവധിയൊക്കെ കിട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് ആഴ്ചയൊക്കെ എടുത്തതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡയറ്റ്സ് അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് അല്ലെ? ഏതൊക്കെയായിരുന്നു? കാർഡിയാക് ഡയറ്റ് ഉണ്ട്, റീനൽ ഡയറ്റ് ഉണ്ട്, ലോ സോഡിയം ഡയറ്റ്, സോഫ്റ്റ് ഡയറ്റ്, ഡയബറ്റിക് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, ലിക്വിഡ് ഡയറ്റ് അല്ലെ? 7 നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കംപ്ലീറ്റ് ആക്കി. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ ആണ്. ലൊക്കേഷൻ നോക്കി, ഇറ്റ് ഈസ് ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ, that this department is preferably located. ഈ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് ഏറ്റവും അഭികാമ്യം ഏത് ഫ്ലോറാ? ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ. ഗ്രൗണ്ട് ഫ്ലോർ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള സെന്റൻസ്, it is on the ground floor, that is the department is preferably located. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് ഏറ്റവും അഭികാമ്യം ഗ്രൗണ്ട് ഫ്ലോർ ആണ്. ഓക്കെ, ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഓപ്ഷൻ നോക്കുക. അല്ലാതെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടെങ്കിൽ വേഗം തന്നെ ആൻസർ ചെയ്യുക. അത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. The design and the physical facility of the department have an importance on the standard of food service, labor cost and morale of employees. അപ്പൊ അതിന്റെ ഡിസൈൻ, ആ ഒരു ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഡിസൈനും അതിന്റെ ഫെസിലിറ്റി ഒക്കെ എന്താണ് അതിന് വളരെയധികം പ്രധാനമർഹിക്കുന്നുണ്ട്. ഇതിന് ദ സ്റ്റാൻഡേർഡ് ഓഫ് ഫുഡ് സർവീസ്, ആ ഫുഡ് സർവീസ് നമുക്ക് അവിടെ നിന്ന് നൽകുന്ന ആ ഫുഡിന്റെ അതിന്റെ സ്റ്റാൻഡേർഡ്, ലേബർ കോസ്റ്റ്, പിന്നെ മൊറാൽ എന്ന് വെച്ച് കഴിഞ്ഞാല് മനോവീര്യം, എംപ്ലോയീസിന്റെ മനോവീര്യം എന്നിവയിൽ ഒരു പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. അതായത് നമുക്കറിയാം, ഇപ്പൊ നമ്മൾ ചെല്ലുന്ന ഒരു ചെറിയ ഹോട്ടലിൽ ചെല്ലും, അവിടെ നിന്ന് ആ ഹോട്ടലിന്റെ നമ്മളൊരു ഫിസിക്കൽ ഫെസിലിറ്റി നമ്മൾ നോക്കുകയാണ്. അപ്പൊ ചെറിയ ഇതൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റാൻഡേർഡ് ഉണ്ടാവുള്ളൂ ഫുഡിന് അല്ലെ? ചെറിയൊരു കടയിലാണെങ്കിൽ അതനുസരിച്ചുള്ള ഫുഡിന്റെ അത്രയും ഒരു ഇതേ ഉണ്ടാവുള്ളൂ, അതിന്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. എന്നാൽ നമ്മള് 5 സ്റ്റാർ ഹോട്ടല് അങ്ങനെയൊക്കെ വലിയ ഇതിനകത്താണെങ്കിൽ അവിടെ നിന്ന് ആ ഒരു ഫെസിലിറ്റി അനുസരിച്ച് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഫുഡ് സർവീസിന്റെ സ്റ്റാൻഡേർഡിലും പ്രാധാന്യം ഉണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ നല്ല ഫെസിലിറ്റിയോട് കൂടി നല്ല വലിയ ഇതാണെങ്കിൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നമ്മൾ നൽകുന്ന ആ ഫുഡ് സർവീസിന്, ലേബർ കോസ്റ്റില്, എംപ്ലോയീസിന്റെ മനോവീര്യത്തില് ഒക്കെ ഒരു പ്രധാനം അർഹിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതിനകത്ത് അപ്പൊ ലൊക്കേഷനിൽ ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. ഇനി സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിങ്ങില് നിങ്ങൾ ഇതിനകത്ത് ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു സ്റ്റാഫിംഗ് ഇൻ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് ഏറ്റവും കറക്റ്റ് ഏതാണ് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഓർഡർ നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. സ്റ്റാഫിങ് അല്ലാതെ ഏറ്റവും ടോപ്പിൽ വരുന്നത് മെഡിക്കൽ സൂപ്രണ്ടന്റ് ആണ്, അല്ലെങ്കിൽ മെഡിക്കൽ സൂപ്രണ്ട് എന്നും പറയാം കേട്ടോ. സൂപ്രിറ്റൻഡ് എന്നും സൂപ്രണ്ട് എന്നും പറയാം, രണ്ടും സെയിം ആണ്. മെഡിക്കൽ സൂപ്രണ്ട് ഷോർട്ട് ചെയ്താണ് സൂപ്രണ്ട് എന്ന് പറയുന്നത്. മെഡിക്കൽ സൂപ്രിറ്റൻഡ്, അടുത്തത് ചീഫ് ഡയറ്റീഷ്യൻ, നെക്സ്റ്റ് തൊട്ട് താഴെ വരുന്നതാണ് ഡയറ്റീഷ്യൻ, പിന്നെ അടുത്ത് സൂപ്പർവൈസർ. ഓക്കെ, അത് ആ ഓർഡർ അങ്ങനെ നിങ്ങൾ പഠിച്ചു വെക്കുക. മെഡിക്കൽ സൂപ്രിറ്റൻഡ്, ചീഫ് ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ. പിന്നെ ഈ സൂപ്പർവൈസറിന് തന്നെ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. സൂപ്പർവൈസറിന്റെ ഒരു സെക്ഷനിൽ വരുന്നതാണ് കുക്കുകൾ, ഭക്ഷണമൊക്കെ പാചകം ചെയ്യുന്ന കുക്കുകൾ. അവരുടെ കീഴില് അസിസ്റ്റന്റ് കുക്കുകളും വരുന്നുണ്ട്. കുക്ക്, അസിസ്റ്റന്റ് കുക്ക്. ഇനി തൊട്ട് ഇപ്പറ നെക്സ്റ്റ് ആ സെക്ഷനിലാണ് ബെയറേഴ്സ്. ബെയറർ എന്ന് പറഞ്ഞ ആരാ? ബെയറർ ആരാ? ബെയറേഴ്സ് ആരാ? ബെയറേഴ്സ് എന്ന് പറഞ്ഞേ ബെയറേഴ്സ് ആരാ?
അതായത് ആർക്കും അറിയില്ലേ? ക്ലീനിങ് ചെയ്യുന്നവര് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്നവര്, ബെയറേഴ്സ്, ക്ലീൻ ചെയ്യുന്നവര്, സപ്ലൈസ്, അത് ഡെലിവറി ഫുഡൊക്കെ ഡെലിവറി ചെയ്യുന്നവര്, ബെയറേഴ്സ്. അതിന്റെ താഴെ തൊട്ട് താഴെ വരുന്നതാണ് ക്ലീനേഴ്സ്, ക്ലീൻ ചെയ്യുന്നവരൊക്കെ. ഇതാണ് അതിന്റെ ആ സ്റ്റാഫിങ് കേട്ടോ. പിന്നെ അത് എന്താ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ സ്റ്റാഫിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് കറക്റ്റ് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ നിങ്ങൾ അതിന്റെ ഓർഡർ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, മെഡിക്കൽ സൂപ്രണ്ട്, ചീഫ് ഡയറ്റീഷ്യൻ, സൂപ്പർവൈസർ. ഇനി അടുത്ത ഒരു സെക്ഷനിൽ കുക്കുകളും അസിസ്റ്റന്റ് കുക്കുകളും വരുന്നുണ്ട്. സൂപ്പർവൈസറിന്റെ കീഴിൽ ഒരു സെക്ഷനിൽ കുക്കുകളും അസിസ്റ്റന്റ് കുക്കുകളും, വേറൊരു സെക്ഷനിൽ ബെയറേഴ്സും വരുന്നുണ്ട്, ക്ലീനേഴ്സും വരുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഓർഡർ നോക്കാം. പിന്നെ ഇതിനകത്ത് വേണമെങ്കിൽ ചോദിക്കാം, ഹൂ കംസ് അണ്ടർ ഡയറ്റീഷ്യൻ? ആരാ വരുന്നത്? ഡയറ്റീഷ്യന്റെ കീഴിൽ ആരാ വരുന്നേ? എന്നിട്ട് ഓപ്ഷൻസ് തരാം. ചീഫ് ഡയറ്റീഷ്യൻ, മെഡിക്കൽ സൂപ്രണ്ട്, സൂപ്പർവൈസർ, ഓൾ ഓഫ് ദ എബോവ്. അങ്ങനെ വേണമെങ്കിൽ ഓപ്ഷൻ ചോദിക്കാം. പല ഡയറ്റീഷ്യന്റെ കീഴിൽ വരുന്ന ആരാണ്? സൂപ്പർവൈസർ ആണ്. ഓക്കെ, മറ്റേത് രണ്ടും ചീഫ് ഡയറ്റീഷ്യനും മെഡിക്കൽ സൂപ്രണ്ടും ഡയറ്റീഷ്യനും മുകളിൽ വരുന്നവരാണ് കേട്ടോ. ഡയറ്റീഷ്യന് കീഴിൽ വരുന്നത് ഏതാണ്? സൂപ്പർവൈസറും ഉണ്ട്, കുക്കുകള്, അസിസ്റ്റന്റ് കുക്കുകള്, ബെയറേഴ്സ്, ക്ലീനേഴ്സ്. സ്റ്റാഫിങ് കറക്റ്റ് ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അതിന് വേറെ എക്സ്ട്രാ ഒന്നും ഇല്ല. നിങ്ങൾ അതിന്റെ ഓർഡർ ഒന്ന് കറക്റ്റ് ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് റോൾ ഓഫ് ഡയറ്റീഷ്യൻ. ഡയറ്റീഷ്യന്റെ റോൾ എന്തൊക്കെയാണ്? അതിനകത്ത് ഡയറ്റീഷ്യന്റെ ആ ഒരു പങ്ക് അതിനകത്ത് നോക്കാം. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് ഫസ്റ്റ് ആണ്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. രണ്ടാമത്തെ ഡയറ്റ് കൗൺസിലിംഗ്. ദെൻ തേർഡ് വൺ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. Then fourth one, education, training and research. ഏതൊക്കെയാ? inpatient catering, diet counseling, commercial catering, education, training and research. Role of dietitian. അപ്പൊ അതിനകത്ത് നമുക്ക് ഇതിന്റെ ഓരോന്നും ഡീറ്റെയിൽ ആണ് ഇനി പറഞ്ഞേക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ആ പേരിൽ നിന്ന് തന്നെ അറിയാലോ എന്താ ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇൻപേഷ്യന്റ് എന്തായിരിക്കും? ആർക്കുള്ള കാറ്ററിംഗ്? ഇൻപേഷ്യന്റ് അല്ലെ? അതായത് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് ആ പേഷ്യൻസിന് ഫുഡൊക്കെ കൊടുക്കുന്നതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സെക്ഷൻ ആണ് കേട്ടോ ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. എന്താ? ഇറ്റ് ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് to the patient who are admitted in the hospital. അണ്ടർലൈൻ ചെയ്തിട്ടുള്ള സെന്റൻസ് തന്നെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. അത് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പൊ നോക്കുക, ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് മീൽസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇത് ഡീൽ ചെയ്യുന്നത്. ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഡീൽസ് വിത്ത് ദ പ്രൊവിഷൻ ഓഫ് മീൽസ് ടു ദ പേഷ്യന്റ് ഹു ആർ അഡ്മിറ്റഡ് ഇൻ ദ ഹോസ്പിറ്റൽ. ആ പേരിൽ നിന്ന് തന്നെ അറിയാം അല്ലെ? ക്ലിയർ ആണ്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് മീൽസ്, ഭക്ഷണം പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ച് അതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ പറയുന്നത്. ഇറ്റ് ഷുഡ് ബി എ ബാലൻസ്ഡ് ഡയറ്റ്. ഇനി അതെങ്ങനെയാ? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് എങ്ങനത്തെ ഭക്ഷണം കൊടുക്കുന്നത്? ബാലൻസ്ഡ് ഡയറ്റ്, നല്ല സമീകൃത ആഹാരമാണ്. നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫുഡ് സ്റ്റഫ്സും ഒക്കെ കറക്റ്റ് അളവില് അടങ്ങിയിട്ടുള്ള ഫുഡാണ് ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ഫുഡ് എങ്ങനെയാണ്? ഇറ്റ് ഷുഡ് ബി ബാലൻസ്ഡ് ഡയറ്റ്, നല്ല സമീകൃത ആഹാരമാണ്. ദാറ്റ് പ്രൊവൈഡ്സ് ദ സഫിഷ്യന്റ് കാലോറീസ് കൺസിഡറിംഗ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ഇൽനെസ്. നമുക്ക് എങ്ങനെയാ? നമുക്ക് ആവശ്യത്തിനുള്ള, നമ്മുടെ ബോഡിക്ക് ആവശ്യത്തിനുള്ള സഫിഷ്യന്റ് ആയിട്ടുള്ള കലോറിയിലുള്ള ഫുഡാണ് അത് കൊടുക്കുന്നത്. അതായത് നമ്മുടെ രോഗം എന്താണ്, എന്തൊക്കെ കൺസിഡർ ചെയ്യും? കൺസിഡറിങ് ദ ടൈപ്പ് ഓഫ് അണ്ടർലൈങ് ഇൽനെസ്, രോഗത്തിന്റെ തരം, എന്ത് രോഗമാണ് എന്നുള്ളത് നോക്കും. എനി എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് and the normal food habits of the patient in the state. ഇനി അപ്പൊ നമ്മുടെ രോഗം എന്ത് രോഗമാണെന്ന് നോക്കും. അതിനനുസരിച്ചുള്ള ഭക്ഷണമാണല്ലോ കൊടുക്കണത്. ഇപ്പൊ ചില ഇതിപ്പോ നമ്മുടെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞായിരുന്നു ഡയബറ്റീസ്. അപ്പൊ പ്രമേഹ രോഗികൾക്ക് എന്താ ഷുഗറിന്റെ കണ്ടന്റ് കുറവുള്ള ഭക്ഷണമാണ് അവർക്ക് കൊടുക്കേണ്ടത് അല്ലെ? കാർബോഹൈഡ്രേറ്റ് ഒക്കെ കുറഞ്ഞ അളവിലുള്ള ഒരു ഫുഡാണ് അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ അവരുടെ രോഗത്തിന്റെ തരം നോക്കും. ഇനി പറഞ്ഞേക്കുന്ന ഒരു കാര്യം, അതായത്
അവര് ഇപ്പോഴത്തെ ഉള്ള ഒരു അവസ്ഥയില് ഇപ്പൊ അവരുടെ ആ രോഗാവസ്ഥയില് ഇപ്പൊ അവര് കഴിക്കുന്ന നോർമൽ ഫുഡ് ഹാബിറ്റ്സിൽ നിന്നും എന്തെങ്കിലും ഇനി എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് അവർക്ക് വേണോ, എന്തെങ്കിലും എക്സ്ട്രാ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ടോ, അതൊക്കെ കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ രോഗം നോക്കും, രോഗത്തിന്റെ തരം എന്ത് തരം രോഗമാണെന്ന് നോക്കും. എന്നിട്ട് ആ പേഷ്യന്റ് ഓൾറെഡി ഈ ഒരു അവസ്ഥയില് പേഷ്യന്റ് കഴിക്കുന്ന നോർമൽ ഫുഡ് ഹാബിറ്റ്സിൽ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് എക്സ്ട്രാ ന്യൂട്രീഷണൽ നീഡ്സ് വേണോ, അതും കൂടി ആ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭക്ഷണമാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗിൽ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആയോ നോക്കി? അതിനകത്ത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അന്ന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് സപ്ലൈഡ് ഇൻ ഹോസ്പിറ്റൽ. കണ്ടോ, ഹോസ്പിറ്റലിന്റെ ഉള്ളില്. മനസ്സിലായോ? ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഞാൻ പറയാം. വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ quality and quantity of food supplied in hospital. Okay. ഇപ്പൊ ആ ഹോസ്പിറ്റലിന്റെ ഉള്ളില് അല്ലെങ്കിൽ ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇതാണ് ഇൻ പേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. അവിടെ അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസ് കൂടി ഒന്ന് ശ്രദ്ധിച്ചോ കേട്ടോ. അവിടെ കൊടുത്തേക്കുന്നത് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തെ ഓപ്ഷൻ എയിൽ കൊടുത്തത് നേഴ്സിംഗ് ആയിരുന്നു. എ നേഴ്സിംഗ്, ബി എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷൻ, സി എന്ന് പറയുന്നത് ഫിനാൻസ്, ഡി ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. അങ്ങനെയായിരുന്നു കേട്ടോ അന്ന് അതിന് കണ്ട ഓപ്ഷൻസ്. ഓപ്ഷൻ ഡി ആയിരുന്നു നമ്മുടെ കറക്റ്റ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അത് ഫസ്റ്റ് ലൈൻ അണ്ടർലൈൻ ചെയ്ത എല്ലാവരും ക്ലിയർ ആയോ? ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, അതാണ് ഇൻപേഷ്യന്റ് കാറ്ററിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ എങ്ങനെ കൊടുക്കുന്നത്? ബാലൻസ്ഡ് ഫുഡാണ്, നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കലോറിയിലുള്ള ഫുഡ്. അത് എങ്ങനെയാ നോക്കുന്നത്? നമ്മുടെ എന്താണ് അവർക്ക് രോഗം, ഇനി അവര് നോർമൽ ഇപ്പൊ ആ ഒരു അവസ്ഥയില് അവര് കഴിക്കുന്ന ഭക്ഷണത്തില് എക്സ്ട്രാ ഇനി എന്തെങ്കിലും ന്യൂട്രീഷൻ കാര്യങ്ങൾ വേണോ, അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തേത് എന്ന് പറഞ്ഞാൽ ഡയറ്റ് കൗൺസിലിംഗ് ആണ്. ഡയറ്റീഷ്യന്റെ റോളാണ് കേട്ടോ അതിൽ സെക്കൻഡ്. ഡയറ്റ് കൗൺസിലിംഗ് can be given as outpatient diet clinics. അപ്പോ ഈ ഡയറ്റ് കൗൺസിലിംഗ് ഏതിൽ കൂടെ നമുക്ക് കൊടുക്കാം? ഹോസ്പിറ്റലിൽ തന്നെ വേണമെന്നില്ല അല്ലെ. given as outpatient diet clinics. outpatient diet clinicsിലൂടെ കൊടുക്കുന്നതാണ്. അതായത് നമ്മൾ പുറമെ കൊടുക്കുന്നതാണ്. ഡയറ്റ് കൗൺസിലിംഗ് കൊടുത്ത് അതിലൂടെ നമ്മൾ കൗൺസിലിംഗിലൂടെ എന്ത് ഭക്ഷണമാണ് ഉൾപ്പെടുത്തേണ്ടത് അതൊക്കെ അനുസരിച്ച് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. ഡയറ്റ് കൗൺസിലിംഗ് ക്യാൻ ബി ഗിവൺ ആസ് ഔട്ട് പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്സ്. അണ്ടർലൈൻ ചെയ്തിടാം. outpatient diet counseling. ഇനി when patients are referred by clinicians, dietitian to calculate their dietary needs in view of their body weight. അപ്പൊ നമ്മളിപ്പോ നമുക്ക് ബോഡി വെയിറ്റ് കുറവാണ് അല്ലെങ്കിൽ നമ്മുടെ നോർമലി ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി വെയിറ്റ് നോക്കും. അപ്പൊ നമ്മുടെ ഹൈറ്റിനനുസരിച്ചുള്ള നമുക്ക് എന്താ വെയിറ്റ് അല്ലെങ്കിൽ വെയിറ്റ് വേണമല്ലോ. നമുക്ക് ഇത്ര ഹൈറ്റ് ഉണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വെയിറ്റ് ആയിരിക്കണം വേണ്ടത്. അപ്പൊ ആ നമ്മുടെ ബോഡി വെയിറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ക്ലിനിഷ്യനില്ലേ, ക്ലിനിഷ്യൻ ഡോക്ടർമാര് എന്ത് ചെയ്യുന്നു, ആ ഈ ക്ലിനിഷ്യൻ ഡയറ്റീഷ്യന് റെഫർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഇപ്പൊ ഡോക്ടർ നമ്മളെ നോക്കും, എന്നിട്ട് നമ്മുടെ ബോഡി വെയിറ്റ് നോക്കും. ഇപ്പൊ ബോഡി വെയിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്, അപ്പൊ നമുക്ക് എന്താ പറയാ നോർമൽ അല്ല, ഓ എക്സ്ട്രാ ഭയങ്കര വെയിറ്റ് കൂടുതലാണ് അല്ലെങ്കിൽ ആവശ്യത്തിന് വെയിറ്റ് ഇല്ലെങ്കിൽ ഒക്കെ എന്ത് ചെയ്യുന്നു, ഈ ഡയറ്റീഷ്യൻ ഈ നമ്മുടെ ക്ലിനിഷ്യൻ ഡയറ്റീഷ്യനെ റെഫർ ചെയ്യും. അപ്പൊ ക്ലിനിഷ്യൻ ഡയറ്റീഷ്യനെ കാണാൻ പറഞ്ഞ് എഴുതി തരും നമുക്ക്. ക്ലിനിഷ്യൻ
എന്ത് ചെയ്യുന്നു? ക്ലിനിഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഡോക്ടർ, ചികിത്സിക്കുന്ന ആളാണ് ഡോക്ടർ. ഡയറ്റീഷ്യനെ റെഫർ ചെയ്യുന്നത്, റെഫർ ചെയ്യുന്ന വിടും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു? അപ്പൊ ഡയറ്റീഷ്യന്റെ ആ നിർദ്ദേശം അനുസരിച്ച് അതിന്റെ കൗൺസിലിംഗ് ഡയറ്റീഷ്യൻ പറയുന്നതിന്റെ അനുസരിച്ചായിരിക്കണം നമ്മള് ഏതാണ് ആ ഫുഡ് കഴിക്കേണ്ടത് എന്നാ പറയുന്നത്. Okay, can be given as outpatient diet clinics. Outpatient diet clinicകളിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. When the patients are referred by clinician, ആദ്യം തന്നെ പേഷ്യൻസ് ആരെ കാണും? ക്ലിനിഷ്യനെ അല്ലെങ്കിൽ ഡോക്ടറിനെ കാണും. അപ്പൊ ഡോക്ടർ ആർക്ക് റെഫർ ചെയ്യും? ഡയറ്റീഷ്യനെ റെഫർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഡയറ്റീഷ്യൻ അവരുടെ ബോഡി വെയിറ്റ്, കറന്റ് ഡയറ്ററി നീഡ്സ് ഇൻ വ്യൂ ഓഫ് ദ ബോഡി വെയിറ്റ് നോക്കിയിട്ട് അവരുടെ ഡയറ്ററി നീഡ്സ് ഇനി എന്തൊക്കെയാണ് അവരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി അതനുസരിച്ചുള്ള ഫുഡ് ഡയറ്റ് കൗൺസിലിംഗിലൂടെ തരിക ചെയ്യുന്നത്. അത് നോക്കിയാൽ അണ്ടർലൈങ് ദ ഡിസീസ്, നമുക്ക് രോഗത്തിന്റെ ആ ഒരു തരം, നിലവിലുള്ള രോഗം, അണ്ടർലൈങ് ദ ഡിസീസ്, ഫുഡ്, നമ്മുടെ ഭക്ഷണക്രമം, ഫുഡ് ഹാബിറ്റ്സ്, അവൈലബിലിറ്റി ആൻഡ് അക്സെപ്റ്റബിലിറ്റി ഓഫ് വേരിയസ് ഫുഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ദ പേഷ്യൻസ്. നോക്കിയേ, അപ്പൊ നമ്മുടെ രോഗം, ഇപ്പൊ നിലവിലുള്ള രോഗത്തിന്റെ തരം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, പിന്നെ നമുക്ക് ഫുഡിന്റെ അവൈലബിലിറ്റി, ലഭ്യത, ഇതെല്ലാം എന്തിനു വെച്ചിട്ടിരിക്കും? വേരിയസ് ഫുഡ്, പലതരത്തിലുള്ള ഫുഡ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം അവർക്കുടെ സാമ്പത്തിക സ്ഥിതി, അല്ലെ? ഫുഡ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ എക്കണോമിക് കണ്ടീഷൻ ഓഫ് ഈച്ച് പേഷ്യന്റ്. കണ്ടോ, ഓരോ പേഷ്യന്റിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വ്യത്യാസപ്പെടാം, അല്ലെ? നല്ല ഒത്തിരി പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് എന്നും നല്ല ഫുഡ് വാങ്ങി കഴിക്കാം, അല്ലെ? നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാ ദിവസവും ഫ്രൂട്ട്സുകള്, അങ്ങനെ നമുക്ക് അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം അവർക്ക് വാങ്ങാം. അപ്പൊ ഇതെല്ലാം എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്നാ പറഞ്ഞേക്കണേ? ഈ പേഷ്യന്റിന്റെ സാമ്പത്തിക സ്ഥിതിനെ അനുസരിച്ച് വ്യത്യാസപ്പെടാം. Patients are usually given a diet to be followed by them along with a certain food either to be discarded. Discard ചെയ്യാന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക, ഉപേക്ഷിക്കുക, or to be preferred. ഇനിയിപ്പോ എങ്ങനെ നമ്മൾ ഇത് ഫോളോ ചെയ്യേണ്ട, ഫുഡ് എങ്ങനെ ഫോളോ ചെയ്യണ്ടേ? Can be given a diet to be followed by them along with a certain food either to be discarded. ഇപ്പൊ നമ്മള് നോർമൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കുറച്ച് ഫുഡുകൾ ചിലപ്പോ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ട് വരാം. അല്ലെങ്കിൽ ഏതാണ്, അതിന് ചിലത് നമുക്ക് ചിലപ്പോൾ കഴിക്കേണ്ട ഫുഡുകൾ ഉണ്ടാവും, അത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് അതിന് പ്രിഫറൻസ് കൊടുക്കേണ്ടതുമായിട്ട് വരാം. അപ്പൊ നമ്മൾ നോർമൽ കഴിക്കുന്ന ഭക്ഷണത്തില് എന്തെങ്കിലും നമുക്ക് ഉപേക്ഷിക്കേണ്ടതോ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക. നമ്മൾ വേണ്ടാത്ത ഭക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അത് ഉപേക്ഷിക്കുകയോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ആവശ്യത്തിനുള്ള നമുക്ക് വേണ്ട ഭക്ഷണത്തെ നമ്മൾ അത് എന്ത് ചെയ്യുക, പ്രിഫറൻസ് കൊടുത്തും നമുക്കിങ്ങനെ നല്ലൊരു ഡയറ്റ് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റും. അത് ഡയറ്റ് കൗൺസിലിംഗ്, അതായത് ഔട്ട്പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കിലൂടെ കൊടുക്കുന്നതാണ്. അത് ഡയറ്റീഷ്യന്റെ ഒരു റോളാണ്. മനസ്സിലായോ? അവിടെ എന്ന് പറഞ്ഞ ഫുഡ് എങ്ങനെയാ? ഔട്ട്പേഷ്യന്റ് ഡയറ്റ് ക്ലിനിക്കിലൂടെയാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഡോക്ടർ നമ്മൾ ചെന്ന് കണ്ടാലും ഡോക്ടർ ഈ ഡയറ്റീഷ്യനെ റെഫർ ചെയ്യും. എന്നിട്ട് ഡയറ്റീഷ്യൻ നമ്മുടെ ബോഡി വെയിറ്റ് ഒക്കെ നോക്കിയിട്ട് എന്താണ് നമ്മുടെ രോഗമൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എന്തൊക്കെയാണത് ഒഴിവാക്കേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് നല്ലൊരു ഡയറ്റ് തരുക ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് ആണ്. കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്താ? കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത് നോക്കിയേ, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറഞ്ഞാൽ is a type of catering that offers dishes that are produced and consumed in the same place. നമ്മൾ എന്താ ഈ ക്യാൻറ്റീൻ ഒക്കെ ഇല്ലേ, ക്യാൻറ്റീൻ പോലത്തെയുള്ള സേവനങ്ങൾ, ഇതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു പ്ലേസില് നമുക്കിപ്പോ ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, അല്ലെ?
എല്ലാവർക്കും ഹോസ്പിറ്റലിൽ ഇപ്പോൾ പേഷ്യൻസിനെ കാണാൻ ചെല്ലുന്നവർക്കും അവരുടെ സ്റ്റാഫിനും എല്ലാവർക്കും ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് സ്റ്റാഫ് ക്യാൻറ്റീൻ്റെ ഒരു രൂപത്തിലുള്ള സേവനങ്ങൾ, അതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, സർവീസ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാഫ് ക്യാൻറ്റീൻ, സ്റ്റാഫ് ക്യാൻറ്റീൻ്റെ രൂപത്തിലുള്ള സേവനങ്ങള്. രണ്ടാമത് നോക്കി, പ്രൊഫഷണൽ മീൽസ്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് എക്സെട്ര. അതായത് മീൽസുകള്, പിന്നെ ടീ, അവിടെ ചായ ഉണ്ടാവും, സ്നാക്സുകൾ ഉണ്ടാവും, തണുത്ത കോൾഡ് ഡ്രിങ്ക്സ് ഉണ്ടാവും, ഇതെല്ലാം അവിടെ നിന്ന് നമുക്ക് തരാനുള്ള ഒരു വ്യവസ്ഥയാണ് അത്. അല്ലേ? പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ക്യാൻറ്റീനിലൊക്കെ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അല്ലെ? അവിടുത്തെ കോസ്റ്റ് എങ്ങനെയാ? നമ്മുടെ പുറമേന്ന് ഭക്ഷണം കഴിക്കുന്നതും ക്യാൻറ്റീനിൽ ഭക്ഷണം കഴിക്കുന്നതിനും എങ്ങനെയാ? കോസ്റ്റിൽ വല്ല വ്യത്യാസം ഉണ്ടോ? കോസ്റ്റിൽ വ്യത്യാസം ഉണ്ടോ? വ്യത്യാസമുണ്ടോ? കോസ്റ്റ് എങ്ങനെ കൂടുതലായിരിക്കും കുറവായിരിക്കും? നമ്മൾ പുറമേന്ന് കഴിക്കുന്നത് ഉണ്ട്, കുറവാണ് അല്ലെ? അതാ പറഞ്ഞേക്കുന്നത്. തേർഡ് പോയിന്റ് നോക്കിയേ, ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. പ്രൈവറ്റ് പാർട്ടികളിൽ തരുന്നതിനേക്കാളും കോസ്റ്റ് എങ്ങനെയാ? ചീപ്പർ, വളരെ കുറവായിരിക്കും, കുറച്ചും കൂടി കുറവായിരിക്കും. നിങ്ങൾക്ക് അറിയാം, ക്യാൻറ്റീനിലെ സർവീസ് അങ്ങനെയാണ്. പുറമേന്ന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും പൈസ കുറവായിരിക്കും അവിടെ. ചീപ്പർ ദാൻ കോസ്റ്റ് റൺ ബൈ പ്രൈവറ്റ് പാർട്ടീസ്. പ്രൈവറ്റ് പാർട്ടീസ് തരുന്നതിനേക്കാളും കോസ്റ്റ് കുറച്ചുകൂടി ചീപ്പർ ആയിരിക്കും. പിന്നെ അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. ഇനി ആ ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി അതിനെ ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ആ ഹോസ്പിറ്റൽ ഭരണത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന് ആ ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റും. എന്നുവെച്ചാൽ അവിടെ ഉള്ള പേഷ്യൻസിനും അതുപോലെ തന്നെ നമുക്ക് അവിടെ വിസിറ്റേഴ്സിനും എല്ലാവർക്കും, ക്യാൻറ്റീൻ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം, അവിടുത്തെ പ്രൊവൈഡ് ചെയ്യുന്ന ഫുഡിന്റെ ആ ക്വാളിറ്റി, അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം അഡ്മിനിസ്ട്രേഷനാണ് അല്ലെ? ഹോസ്പിറ്റലിൽ നടത്തുന്ന ഒരു ഇതാണ് അതിന്റെ ക്യാൻറ്റീൻ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ ആർക്ക് അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അഡ്മിനിസ്ട്രേഷൻ ക്യാൻ കൺട്രോൾ ദ ക്വാളിറ്റി ഓഫ് ഫുഡ് സർവീസ്. ചോദിച്ചിട്ടുണ്ട്, ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും? കൊമേഴ്ഷ്യൽ കാറ്ററിംഗില് അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത നോക്കിയേ, സർവീസ് ക്യാൻ ബി ഗിവൺ ടു സ്റ്റാഫ്, അറ്റൻഡൻസ് ആൻഡ് വിസിറ്റേഴ്സ്. സർവീസുകൾ ആർക്കൊക്കെ നമുക്ക് കൊടുക്കാം? ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്ക് കൊടുക്കാം, അല്ലെങ്കിൽ അറ്റൻഡൻസ്, അല്ലെങ്കിൽ വിസിറ്റേഴ്സിന്, അവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്ന വിസിറ്റേഴ്സിനും ഒക്കെ നമുക്ക് എന്താ ഈ സർവീസുകൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ 5 പോയിന്റ്സ് ആണ്. അപ്പൊ അതിനകത്ത് നോക്കി വെക്കുക കേട്ടോ. പോയിന്റ്സുകൾ കൊമേഴ്ഷ്യൽ കാറ്ററിംഗിൽ കീഴിൽ വരുന്നത് ഏതാണെന്ന് നോക്കാം, ഏതൊക്കെയാണ് തരുന്നത്. സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകൾ, പിന്നെ എന്തൊക്കെയാണ്? മീൽസ്, ടീ, സ്നാക്സ്, കോൾഡ് ഡ്രിങ്ക്സ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പ്രൈവറ്റ് പാർട്ടീസ് തരുന്നതിനേക്കാളും കോസ്റ്റ് വളരെ ചീപ്പർ, കുറവാണ്. പിന്നെ ഫുഡ് സർവീസിന്റെ ക്വാളിറ്റി ആർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞേ? ആർക്കാണ്? അഡ്മിനിസ്ട്രേഷന് കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ സർവീസുകൾ നമുക്ക് ആർക്കൊക്കെ കൊടുക്കാൻ പറ്റും? സ്റ്റാഫിന്, അറ്റൻഡൻസ് അല്ലെങ്കിൽ വിസിറ്റേഴ്സിന് നമുക്ക് സേവനങ്ങൾ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്തത് അവിടെ പറഞ്ഞേക്കുന്നത്, ഹോസ്പിറ്റൽ ക്യാൻ ഹാവ് മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻസ് ഇൻ സർട്ടൻ ലൊക്കേഷൻ ലൈക്ക് OPD. OPD എന്താ? ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, കാഷ്വാലിറ്റി ബ്ലോക്ക് എക്സെട്ര. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടുള്ളവരല്ലേ? ഇങ്ങനെ കണ്ടിട്ടുണ്ടോ വെൻഡിങ് മെഷീന് അല്ലെങ്കിൽ മൊബൈൽ ഓർ വെൻഡിങ് മെഷീൻസ് കണ്ടിട്ടുണ്ടോ നിങ്ങള്? മൊബൈൽ എന്ന് പറഞ്ഞാൽ മൂവബിൾ എന്നാണ്. കണ്ടിട്ടുണ്ടോ? വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ? വെൻഡിങ് മെഷീൻ ഹോസ്പിറ്റലില് നമുക്ക് OPDയില് അല്ലെങ്കിൽ കാഷ്വാലിറ്റി ബ്ലോക്കിലൊക്കെ നമുക്ക് വെൻഡിങ് മെഷീൻ ഉണ്ടാവും. വെൻഡിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ആണല്ലേ? അവിടെ ചായയൊക്കെ എടുത്തു തരാൻ ആരെങ്കിലും ഉണ്ടോ? സെർവ് ചെയ്യാനൊക്കെ ആരെങ്കിലും ഉണ്ടോ? എന്താ സെർവ് ചെയ്യാനൊന്നും ആരുമില്ല. നമുക്കിപ്പോ എന്താ അവിടെ നിന്ന് വേണ്ടേ? കോഫിയാണ്. ആരതിക്ക് കോഫിയാണെന്ന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, കോഫിയാണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ക്യാഷ് എത്രയാ? സെൽഫാണ്, നമ്മൾ സെൽഫായിട്ടാണ്, ഓട്ടോമാറ്റിക് മെഷീൻ ആണത്. അപ്പൊ നമുക്ക് കോഫി ആണെങ്കിൽ കോഫി എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. അതിന്റെ ക്യാഷ് എത്രയാന്നുള്ളത് അതിനകത്ത് പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് അത് കളക്ട് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് പൈസ വാങ്ങാനോ അല്ലെങ്കിൽ നമുക്ക് എടുത്തു തരാനോ ഒന്നും ആരുമില്ല, സെൽഫ് ആയിട്ടുള്ളതാണ്. അതാണ് വെൻഡിങ് മെഷീൻ എന്ന് പറയുന്നത്. ഈസ് ആൻ ഓട്ടോമാറ്റിക് മെഷീൻ ആണ്.
അതായത് നമ്മൾ ആ ക്യാഷ് അതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് എന്താണോ നമുക്ക് വേണ്ടത്, സ്നാക്സ് ആണോ, സ്നാക്സ് ആണെങ്കിൽ അതിന്റെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, അതിന്റെ പൈസ എത്രയാണ് ക്യാഷ് അവിടെ കൊടുത്ത് കഴിയുമ്പോൾ, ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അവിടെ നിന്ന് അത് കളക്ട് ചെയ്യാൻ പറ്റും. സെൽഫാണ്, വേറെ വിൽക്കാനൊന്നും ആരും അവിടെ ഇല്ല. ഓക്കെ, അങ്ങനെയുള്ളതാണ് വെൻഡിങ് മെഷീൻസ് എന്ന് പറയുന്നത്. അപ്പൊ OPD ഏരിയകള്, കാഷ്വാലിറ്റി ബ്ലോക്കില് ഒക്കെ ഇങ്ങനെയുള്ള വെൻഡിങ് മെഷീൻസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫോർത്ത് വൺ ആണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഹോസ്പിറ്റൽ സ്റ്റാഫ് സച്ച് ആസ് നേഴ്സസ്, നേഴ്സിംഗ് എയ്ഡ്സ്. നേഴ്സിംഗ് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നേഴ്സിന് അസിസ്റ്റ് ചെയ്യുന്നവര്, സഹായിക്കുന്നവര്. ആൻഡ് നേഴ്സിംഗ് എയ്ഡ്സ്, റെസിഡൻസ് അവിടുത്തെ താമസക്കാര്, ടെക്നീഷ്യൻ, കുക്സ് etc. could be educated considering the type of food, balanced daily caloric value etc. അപ്പോ അവിടെ ഹോസ്പിറ്റൽ സ്റ്റാഫുകൾക്കും നേഴ്സിംഗ് എയ്ഡ്സ്, നേഴ്സിംഗിന് ഹെൽപ്പ് ചെയ്യുന്നവര്, അവിടുത്തെ താമസക്കാര്, ടെക്നീഷ്യൻ, കുക്ക്, ഇവരെല്ലാവരെയും നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേറ്റഡ് ആക്കേണ്ടത് ആവശ്യമാണ്. എന്തിനു സംബന്ധിച്ച, കൺസിഡറിങ് ദ ടൈപ്പ് ഓഫ് ഫുഡ്, പലതരത്തിലുള്ള ഫുഡ്, ബാലൻസ്ഡ് ഡീൽ എന്താണ്, കലോറിക് വാല്യൂ, ഇതിനെ കുറിച്ചൊക്കെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് ആവശ്യമാണ്. ദിസ് ഡിപ്പാർട്ട്മെന്റ് ക്യാൻ ഹാവ് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാം ഫോർ ദ സ്റ്റാഫ്. സ്റ്റാഫുകൾക്ക് ഒരു ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാം ഈ ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാൻ പറ്റും, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കാം. അപ്പൊ അതിലൂടെ നമുക്ക് അവരെല്ലാവർക്കും നമ്മളോരോ ബാലൻസ്ഡ് ഡയറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, ഇപ്പൊ ഓരോ അസുഖങ്ങളാണെങ്കിൽ നമുക്ക് ഏതൊക്കെ ഫുഡ് ഇത് ചെയ്യാം, ബാലൻസ്ഡ് ഡീല്, നമ്മുടെ ഓരോരുത്തർക്ക് വേണ്ട കലോറിക് വാല്യൂ, ഇതിനെ കുറിച്ചൊക്കെ അവർക്ക് എന്ത് ചെയ്യുന്നു, ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ഇതെല്ലാം ഇങ്ങനെയുള്ള സ്റ്റാഫിന് വേണ്ടി ഒരു ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാമും ഈ ഡിപ്പാർട്ട്മെന്റിന് നടത്താൻ പറ്റും. The department can have in-service teaching program for the staff. സ്റ്റാഫുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻ-സർവീസ് ടീച്ചിങ് പ്രോഗ്രാം നടത്താൻ പറ്റും. ഓക്കെ, അപ്പൊ അത്രയാണ് 4 പോയിന്റ്സ് വരുന്നത് കേട്ടോ. ഇതിനകത്ത് റോൾ ഓഫ് ഡയറ്റീഷ്യന്റെ കീഴിൽ വരുന്നതാണ് ഇൻപേഷ്യൻ കാറ്ററിംഗ്, ഡയറ്റ് കൗൺസിലിംഗ്, കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ ക്ലിനിഷ്യന്റെ ആ നിർദ്ദേശം അനുസരിച്ച്, അല്ലെങ്കിൽ ക്ലിനിഷ്യന്റെ ആ ഒരു റെഫർ ചെയ്യുന്നതിനനുസരിച്ച് ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരം ഔട്ട്പേഷ്യൻ ഡയറ്റ് ക്ലിനിക്കുകളിലൂടെ കൊടുക്കുന്നതാണ് ഡയറ്റ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തതാണ് കൊമേഴ്ഷ്യൽ കാറ്ററിംഗ്. അത് ഏതാ, സ്റ്റാഫ് ക്യാൻറ്റീന്റെ രൂപത്തിലുള്ള സർവീസുകൾ. പിന്നെ അടുത്ത റോൾ എന്ന് പറഞ്ഞതാണ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് റിസർച്ച്. ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും നേഴ്സിനും ടെക്നീഷ്യനും കുക്കിനും എല്ലാവർക്കും ഏതാണ് നമ്മള് ഫുഡിനെ കുറിച്ച്, ബാലൻസ്ഡ് ഡീല്, കലോറിക് വാല്യൂ എന്നതിനെ കുറിച്ച് ഒരു എന്ത് കൊടുക്കണം, ഒരു അവയർനെസ് കൊടുക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാഫുകൾക്കൊക്കെ ആയിട്ട് ഇൻ സർവീസ് ടീച്ചിങ് പ്രോഗ്രാം നടത്താൻ പറ്റും. ഓക്കെ, അങ്ങനെ 4 റോളാ പറഞ്ഞത്. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷൻസ് ആണ്. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ്. ഇതെല്ലാം സിമ്പിൾ ആട്ടോ. കാര്യം കുറച്ച് പോയിന്റ്സ് ഉണ്ടെങ്കിൽ പോലും എല്ലാത്തിനും ഡയറ്ററി ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നുണ്ട് നമ്മുടെ ആൻസറിൽ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ ചെയ്യാം. ഇതിനകത്ത് നമുക്ക് ചോദിക്കാൻ ചാൻസ് എങ്ങനെയാ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസിനെ ഇൻക്ലൂഡ് ചെയ്തത് ഏത്, അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏതെന്ന് ചോദിക്കാം. അപ്പൊ ഇതിന്റെ ഫങ്ഷൻസ് ഏതാണെന്ന് മനസ്സിലാക്കി വെക്കുക നിങ്ങൾ. ഇങ്ങനെയുള്ള പോയിന്റ്സുകൾ ഫുള്ള് ബൈഹാർട്ട് ചെയ്യണ്ട, വീണ്ടും വീണ്ടും ഞാൻ പറയാണ്. അപ്പൊ അതിനകത്ത് ആ പോയിന്റ് വായിച്ചു കഴിഞ്ഞാൽ ഒന്ന് മനസ്സിലാക്കാൻ പഠിച്ചു വെക്കുക. ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കി, ഓർഗനൈസ്ഡ് പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്. എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുക. അതായത് എന്താ, നമ്മൾ ഓരോ എക്യുപ്മെന്റ്സ്, ഇപ്പൊ നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലാണെങ്കിലും പല എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നുണ്ട് അല്ലെ, ഭക്ഷണം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് പല എക്യുപ്മെന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു പ്രിവെന്റീവ് മെയിൻ്റനൻസുകൾ നടത്താൻ, അപ്പൊ നമ്മൾ അത് ചീത്തയാവണേനേക്കായി മുന്നേ നമുക്കൊരു പ്രതിരോധ മെയിൻ്റനൻസ്, മെയിൻ്റനൻസ് പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് സംഘടിപ്പിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഓരോ മാസം കൂടുമ്പോഴും ഒന്ന് ചെക്ക് ചെയ്യോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അങ്ങനെ ഓർഗനൈസ്ഡ് എന്ന് വെച്ചാൽ ഓർഗനൈസ് ചെയ്യുക, സംഘടിപ്പിക്കുക. പ്രിവെന്റീവ് മെയിൻ്റനൻസ് പ്രോഗ്രാം ഫോർ ദ എക്യുപ്മെന്റ്.
ഇനി സപ്ലൈ, അടുത്ത നോക്കിയ സെക്കൻഡ് പോയിന്റ്, സപ്ലൈ ദ ബെസ്റ്റ് ഫുഡ് അറ്റ് എ കൺസിസ്റ്റന്റ് കോസ്റ്റ്. സ്ഥിരമായിട്ടുള്ള ഒരു വിലയില് നല്ല ഫുഡ് സപ്ലൈ ചെയ്യുക. അറിയാലോ, നല്ല ഫുഡ് ആയിരിക്കണം, അത് ഒരു കൺസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള വിലയിൽ നല്ല ഫുഡ് സപ്ലൈ ചെയ്യുക. ഇപ്പൊ നമ്മളിപ്പോ ഹോട്ടലിലൊക്കെ ആണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ കയറുമ്പോ നമ്മളിപ്പോ ഈ ഒരു മാസം കഴിച്ചതായിരിക്കില്ല അടുത്ത പ്രാവശ്യം വരുമ്പോ അല്ലെ, സെയിം ഫുഡ് തന്നെയാണ്. ചിലപ്പോ ചില റേറ്റിന് വ്യത്യാസം ഉണ്ടാവും, സാധനങ്ങൾക്ക് വില കൂടുന്നതിനനുസരിച്ചൊക്കെ അല്ലെങ്കിൽ ചെറിയ ഒരു വ്യത്യാസം വരാം അല്ലെ. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഒരു സ്ഥിരമായിട്ടുള്ള വിലയാണ്. പെട്ടെന്ന് ആ വിലകൾക്ക് ആ കോസ്റ്റിന് വ്യത്യാസം ഒന്നും വരില്ല. ഒരു സ്ഥിരമായ വിലയില് നല്ല ഫുഡ് സപ്ലൈ ചെയ്യുക. ഓക്കെ, അടുത്തത് ബൈ ടു സ്പെസിഫിക്കേഷൻ, റിസീവ് സപ്ലൈസ്, ചെക്ക് ദെയർ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി സ്റ്റോർസ്. അപ്പൊ അതായത് ബൈ ടു സ്പെസിഫിക്കേഷൻ, നിർദ്ദേശം അനുസരിച്ച് നമുക്ക് ഈ സപ്ലൈകൾ സ്വീകരിക്കാം. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് സപ്ലൈ, ഓരോ ഇതിന് വേണ്ടിയിട്ടുള്ള സപ്ലൈകളില്ലേ അത് സ്വീകരിക്കാം. അതിന്റെ ക്വാണ്ടിറ്റി, ഇപ്പൊ വരുന്ന സാധനങ്ങളുടെ ഒക്കെ ആണെങ്കിലും ആ സപ്ലൈകൾ അതിന്റെ ക്വാണ്ടിറ്റി നോക്കാം, ക്വാളിറ്റി അതുപോലെ സ്റ്റോറ് ഇതെല്ലാം പരിശോധിക്കാം. നിർദ്ദേശം അനുസരിച്ച് ഈ സപ്ലൈകളുടെ ക്വാണ്ടിറ്റി കറക്റ്റ് നമ്മൾ പറഞ്ഞ അത്രയും ക്വാണ്ടിറ്റിയിലുണ്ടോ, അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി ഓക്കെ ആണോ, നല്ല ക്വാളിറ്റിയിലുള്ളതാണോ സപ്ലൈ ചെയ്യുന്നത്, അതിന്റെ സ്റ്റോറ് ഇതെല്ലാം നമുക്ക് നിർദ്ദേശം അനുസരിച്ച് തന്നെ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന് പരിശോധിക്കാൻ പറ്റും. ഓക്കെ, അടുത്തത് മേക്ക്. മേക്ക് എന്ന് വെച്ചാൽ എന്താ, നിർമ്മിക്കാം, ഉണ്ടാക്കാം. പോർഷൻ, എന്തെങ്കിലും ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കാം. പോർഷൻ, എന്തെങ്കിലും ഭാഗങ്ങൾ, എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും അതിനകത്തായിട്ട് ഫുഡിലേക്കൊക്കെ ആണെങ്കിലും എന്താ നമുക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ചേർക്കാം. പിന്നെ അസംബിൾഡ്, അസംബിൾഡ് എന്ന് വെച്ചാൽ എന്താ, കൂട്ടിച്ചേർക്കാം. നമ്മൾ അല്ലെങ്കിൽ പിന്നെ എന്താ പറയാ, നമുക്ക് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കേണ്ടത് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ നമുക്ക് എന്താ ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇപ്പൊ നമ്മൾ നോക്കി ഫുഡ് നിർമ്മിക്കാം, ഫുഡ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ് കേട്ടോ മേക്ക്. ഫുഡ് നിർമ്മിക്കാം, പോർഷൻ എന്ന് വെച്ചാൽ ഭാഗങ്ങള് ഭാഗിക്കാം. ഭാഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ സെക്ഷനാക്കി തിരിക്കൂലേ. ഇപ്പൊ നമ്മൾ ഓരോ ഇതിലേക്കും, ഇപ്പൊ നമ്മള് വാർഡിലേക്കുള്ള ഫുഡുകള് അല്ലെങ്കിൽ എന്താ പറയാ ഓരോ സെക്ഷനിലേക്കുള്ള ഫുഡുകള് നമുക്കത് ഓരോന്നാക്കി തിരിക്കാം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ ഡയബറ്റിക്സ് പേഷ്യൻസിന്റെ അടുത്തായിട്ട് കൊടുക്കുന്ന ആ തരത്തിലുള്ള ഫുഡ്, അല്ലെങ്കിൽ ആ ഒരു സെക്ഷനിലേക്ക് പോണ ഫുഡ് ആവില്ല വേറെ സെക്ഷനിലുള്ളവർക്ക് അല്ലെ. അപ്പൊ അങ്ങനെ ഓരോന്നും എന്ത് ചെയ്യാം, അതിനെ ഭാഗിക്കാം. ഓരോ ഫുഡിനെ സെപ്പറേറ്റ് ചെയ്യാം, അസംബിൾ കൂട്ടിച്ചേർക്കാം, എന്തെങ്കിലും എക്സ്ട്രാ ഇതിനകത്ത് ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്, ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, വിതരണം ചെയ്യുക. ഇനി അടുത്ത് നോക്കിയ ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ന്യൂട്രീഷൻ നീഡ്സ് ഓഫ് പേഷ്യൻസ്. അണ്ടർലൈൻ ചെയ്തിട്ട് ഇതിനനുസരിച്ചാണ് റെസിപ്പി ഡെവലപ്പ് ചെയ്യേണ്ടത്. പേഷ്യൻസിന്റെ ന്യൂട്രീഷണൽ നീഡ്സ്, ഓരോ പേഷ്യൻസിന്റെയും എന്തൊക്കെ ന്യൂട്രീഷൻസ് ആണ്, എന്തൊക്കെ പോഷകാഹാരമാണ് അവർക്ക് ആവശ്യം, അതിനനുസരിച്ച് റെസിപ്പി തയ്യാറാക്കാം. അതിനനുസരിച്ച് വേണം റെസിപ്പി തയ്യാറാക്കാൻ. അതായത് ഓരോ ഇൻഡിവിജ്വലിനും അവിടെ കെയർ കൊടുക്കുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അഞ്ചാമത്തെ പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്, ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യന്റ്. പേഷ്യന്റിന്റെ ആ പോഷകാഹാര ആവശ്യകത അനുസരിച്ച് റെസിപ്പീസ് തയ്യാറാക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡെവലപ്മെന്റ് ഓഫ് റെസിപ്പീസ് അക്കോർഡിംഗ് ടു ദ ഡാഷ് ഓഫ് പേഷ്യൻസ്, എന്താ അക്കോർഡിംഗ് ടു ദ ന്യൂട്രീഷണൽ നീഡ്സ് ഓഫ് പേഷ്യന്റ്. പേഷ്യൻസിന്റെ ആ ആരോഗ്യം, പോഷകാഹാര ആവശ്യകതകൾ എന്തൊക്കെയാണ്, അതനുസരിച്ച് വേണം റെസിപ്പി തയ്യാറാക്കാൻ. അടുത്ത നോക്കിയേ, ആറാമത്തെ പോയിന്റ്, ടു ഇൻസ്ട്രക്ട് അബൌട്ട് ഹൗ ഡയറ്റ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് വേരിയസ് ഡിസീസ്. അടുത്ത പോയിന്റ് എന്താ, ഇൻസ്ട്രക്ട്, നിർദ്ദേശിക്കുക. ഇൻസ്ട്രക്ട്, നിർദ്ദേശിക്കുക. ടു ഇൻസ്ട്രക്ട് അബൌട്ട് how diet play an important role in the treatment of various disease. പല രോഗങ്ങളുടെ ട്രീറ്റ്മെന്റില് ഡയറ്റ് എന്താണ് പങ്ക്, ഡയറ്റിന്റെ പങ്ക് എന്താണ് എന്നുള്ളത് കുറിച്ച് അവർക്ക് ഒരു നിർദ്ദേശം കൊടുക്കാന്ന്. അപ്പൊ ഡയറ്റിന്റെ പങ്ക് എന്താണ്,
പല ഡിസീസ് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ചില രോഗങ്ങൾക്ക് നമ്മൾ മരുന്ന് മാത്രം കഴിച്ചിട്ട് കാര്യമില്ല, അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഡയറ്റും ഫോളോ ചെയ്യണം, ഭക്ഷണം കൂടി നിയന്ത്രിക്കണം. അപ്പൊ ആ ഒരു രോഗങ്ങളുടെ ആ ഡിസീസ്, പല ഡിസീസിന്റെ ട്രീറ്റ്മെന്റില് ഡയറ്റും അതിന്റെ പങ്ക് എന്താണ് എന്നുള്ളതിനെ കുറിച്ച് നിർദ്ദേശം കൊടുക്കാം. ഓക്കെ, അടുത്ത നോക്കിയേ, ടു ഫോളോ the every diet pattern of hospital to meet their needs throughout the various disease condition. To follow the everyday diet pattern, എല്ലാ ദിവസത്തെയുള്ള ഡയറ്റ് പാറ്റേൺ പേഷ്യൻസിന്റെ എന്തനുസരിച്ച് to meet their needs throughout the various disease condition. ആ പല രോഗാവസ്ഥയിലുടനീളം അവർക്കുടെ നീഡ് എന്താണ് എന്നുള്ളതിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുക. എവരിഡേ അങ്ങനെയായിരിക്കണം ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യേണ്ടത്. അപ്പൊ ആ രോഗാവസ്ഥയില് ഇപ്പൊ അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ കഴിക്കാൻ പറ്റും, അവർക്കുടെ നീഡ്സ് എന്താണ്, ആ പേഷ്യൻസിന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതിനനുസരിച്ചാണ് എല്ലാ ദിവസമുള്ള ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, the everyday function of the dietary department is to prepare meals and snacks for patients who are admitted in the hospital. Underline the sentence. The everyday function of the dietary department is dash. എല്ലാ ദിവസവും ഇത് ഒരു ദിവസം ഉണ്ടാക്കുന്ന കാര്യമാണോ? എല്ലാ ദിവസവും വേണോ അല്ലെ? എല്ലാ ദിവസവും വേണ്ടേ? Everyday function of the dietary department is to prepare meals and snacks for patients who are admitted in the hospital. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന്റെ മീൽസും സ്നാക്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് എല്ലാ ദിവസത്തെയും ആ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദീസ് മീൽസ്, ഇനി നോക്കിയേ നെക്സ്റ്റ് സെന്റൻസ് എന്താ പറഞ്ഞേക്കുന്നേ, these meals are prepared by strict guidelines of the physician with their order. ഈ മീൽസ് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം? These meals are prepared by strict guidelines of physician written order. ഫിസിഷ്യന്റെ ആ റിട്ടേൺ ഓർഡർ അനുസരിച്ച് അദ്ദേഹത്തിന്റെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയന്ത്രണത്തിലായിരിക്കണം ഈ മീൽസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അതും ചോദിക്കുക കേട്ടോ, ഒന്ന് അണ്ടർലൈൻ ചെയ്തത്. മീൽസ് ആർ പ്രിപ്പയർഡ് ബൈ ദ സ്ട്രിക്റ്റ് ഗൈഡ്ലൈൻസ് ഓഫ് ദ ഡാഷ്. ആർക്കടെ? ഫിസിഷ്യൻ റിട്ടേൺ ഓർഡർ. ഫിസിഷ്യന്റെ നിർദ്ദേശം, ആ റിട്ടേൺ ഓർഡർ അനുസരിച്ച് അദ്ദേഹത്തിന്റെ ആ ഗൈഡ്ലൈൻസിൽ തന്നെ ആയിരിക്കണം ഈ മീൽസ് പ്രിപ്പയർ ചെയ്യാനായിട്ട്. അടുത്ത നോക്കി, അറേഞ്ച് ആൻഡ് ക്യാരി ഔട്ട് പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്. അറേഞ്ച് ചെയ്യുക എന്ന് വെച്ചാൽ അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ അതിന് വേണ്ട അറേഞ്ച്മെന്റ്സ് ചെയ്യുക. ആൻഡ് ക്യാരി ഔട്ട് എന്ന് വെച്ചാൽ നടപ്പിലാക്കുക. പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ ആൻഡ് കൗൺസിലിംഗ്, ഇതെല്ലാം എന്ത് ചെയ്യുക? അറേഞ്ച് ചെയ്യുക, അത് നടപ്പിലാക്കുക. പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് ഇതെല്ലാം അറേഞ്ച് ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുക. ക്യാരി ഔട്ട്. അടുത്ത് നോക്കി, ട്രെയിൻ ഡയറ്ററ്റിക്സ് ഇന്റേൺ. ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. എന്താ ഡയറ്ററ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലോ, ആദ്യം പഠിച്ചില്ലേ? ഡയറ്ററ്റിക്സ് is the branch of knowledge concerned with the diet. Branch of knowledge concerned with the diet. അതാണ് ഡയറ്ററ്റിക്സ് എന്ന് പറയുന്നത്. ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. ഓക്കെ, അടുത്ത് നോക്കി, give direction to nurse, medical and dental students about the principles of nutrition and diet therapy. give direction, നിർദ്ദേശം കൊടുക്കുക. ആർക്കൊക്കെയാ? നേഴ്സുമാർക്ക്, മെഡിക്കൽ, ഡെന്റൽ സ്റ്റുഡൻസിനൊക്കെ എന്ത് ചെയ്യുക? ഡയറക്ഷൻ കൊടുക്കാം. എന്തിനെ കുറിച്ചാ? about the principles of nutrition and diet therapy. അപ്പൊ ന്യൂട്രീഷൻ പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്, തത്വങ്ങള്, ഡയറ്റ് തെറാപ്പി, ഇതുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നേഴ്സിനും മെഡിക്കൽ, ഡെന്റൽ സ്റ്റുഡൻസിനും ഒക്കെ നിർദ്ദേശങ്ങൾ എടുക്കാം. ഓക്കെ, നിർദ്ദേശങ്ങൾ നൽകാം. ഗീവ് ഡയറക്ഷൻ, എന്തൊക്കെ കാര്യങ്ങളാണ് അതിനകത്ത് പറയുന്നത്, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഡയറക്ഷൻ കൊടുക്കാം, അവര് നിയന്ത്രിക്കാം അവരെയൊക്കെ. ഇനി അടുത്തത് നോക്കി,
Collaborate with the medical staff in arranging, preparing, and serving experimental metabolic research diet. Collaborate ചെയ്യാന്ന് വെച്ചാൽ എന്താ? സഹകരിക്കുക. സഹകരിക്കുക. Okay. Collaborate with the medical staff. Medical staffുമായിട്ട് സഹകരിക്കുക. എന്തിനാ? In arranging, preparing, and serving experimental metabolic research diet. ആ ഡയറ്റില് ഉള്ള ആ റിസർച്ചുകള് അതൊക്കെ അറേഞ്ച് ചെയ്യാനും അത് തയ്യാറാക്കാനും സെർവ് ചെയ്യാനും ഒക്കെ എന്ത് ചെയ്യുക? മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക. അപ്പൊ പുതിയ പുതിയ കാര്യങ്ങള് റിസർച്ചുകള് അവ എന്തൊക്കെയാണ്? അതിന്റെ അറേഞ്ച് ചെയ്യാൻ പ്രിപ്പയർ ചെയ്യാനും ഒക്കെ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് അറേഞ്ച് ചെയ്യാന്നുള്ളത്. കൊളാബറേറ്റ് ചെയ്യുക, സഹകരിക്കുക. Collaborate with medical staff in arranging, preparing, and serving experimental metabolic research diet. Last point നോക്കിയേ, to keep good nutritional status of all patients. എല്ലാ പേഷ്യൻസിന്റെയും നല്ലൊരു പോഷകാഹാര നില നിലനിർത്തുക. അപ്പൊ എല്ലാവരും നല്ല ഹെൽത്തി ആയിട്ട് നല്ല ന്യൂട്രീഷ്യൻസ് ഉള്ള ഫുഡ് കൊടുത്ത് നല്ല ഒരു ആരോഗ്യവാന്മാരായിട്ട് നല്ലൊരു നില അവിടെ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നിലനിർത്തുക. അല്ലെ? അപ്പൊ നല്ല ഡയറ്റീഷ്യന്റെ ഒക്കെ നിർദ്ദേശം അനുസരിച്ച് നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡൊക്കെ കൊടുത്ത് എല്ലാവരെയും നല്ല ആരോഗ്യവാന്മാരാക്കി നല്ലൊരു പോഷകാഹാര നില എല്ലാവരും ന്യൂട്രീഷ്യസ് ഫുഡൊക്കെ കൊടുത്ത് നല്ലൊരു സ്റ്റാറ്റസ് നിലനിർത്തുക എന്നുണ്ട്. To keep good nutritional status of all patients. Establish standards for arranging menu, preparing, serving food and managing meals. നോക്കി അടുത്തത് എന്താ? നോക്കി, എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനൂസ്. ഈ മെനൂസുകൾ അറേഞ്ച് ചെയ്യുന്നതിന്, പിന്നെ ആൻഡ് പ്രിപ്പയറിംഗ്, അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓരോ മെനു തയ്യാറാക്കാൻ, അത് ഫുഡ് സെർവ് ചെയ്യാൻ, മീൽസ് അത് മാനേജ് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. ഓക്കെ, നല്ലൊരു പേഷ്യൻസിന് നല്ലൊരു ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് നിലനിർത്തുക. മെനൂസ് അറേഞ്ച് ചെയ്യാനും അത് തയ്യാറാക്കാനും അത് ഫുഡ് സെർവ് ചെയ്യാനും മീൽസ് ഭക്ഷണമൊക്കെ മാനേജ് ചെയ്യാനുമുള്ള ഒരു മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക. ഓക്കെ, ഓരോ സ്റ്റാൻഡേർഡുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. ഇത്രയും പോയിന്റ്സുകൾ നോക്കുക. അതിനകത്ത് നിങ്ങൾ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്തതല്ലയോ എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് ഏകദേശം വായിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അല്ലെ, ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസ് വരുന്നതാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാലോ ഇല്ലേ? ന്യൂട്രീഷൻ, ഡയറ്റ് എന്നൊക്കെ ഉള്ള മിക്ക സെന്റൻസിലും ആ ഒരു വേർഡ് വരുന്നുണ്ട് അവിടെ. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫങ്ഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തതാണോ അല്ലയോ എന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, പറ്റുന്നുണ്ടോ? ഓക്കെ ആണോ? ഇനി അതിൽ ഏതെങ്കിലും പോയിന്റ്സ് പറയണോ നോക്കി, പെട്ടെന്നൊന്ന് നോക്കി. ഫുള്ള് ബൈഹാർട്ട് ചെയ്യണ്ട, നിങ്ങളൊന്ന് വായിച്ചിട്ട് നമുക്കൊന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. ഓക്കെ ആണോ എന്ന് നോക്കട്ടെ. ഓക്കെ ആണെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. നമുക്കൊരു ചെറിയൊരു സെക്ഷൻ കൂടെ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ്. ഓക്കെ, സെക്കൻഡ് ലാസ്റ്റ് പോയിന്റ് അല്ലേ? ഓക്കെ, വേറെ ഏതെങ്കിലും പോയിന്റ്സ് പറയണോ? പെട്ടെന്നൊന്ന് പറഞ്ഞു പോകാം. 12th പോയിന്റ് പറയാം കേട്ടോ. ഓക്കെ, എന്താ? എക്യുപ്മെന്റ്സിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് പ്രോഗ്രാമുകൾ
സംഘടിപ്പിക്കുക. പ്രതിരോധ നടപടികൾ, അതായത് എക്യുപ്മെന്റ്സ് ഒക്കെ നമുക്കറിയാം ചീത്തയാവണേക്കായി മുന്നേ തന്നെ അതിന്റെ ഒരു മെയിൻ്റനൻസ് കാര്യങ്ങള് സംഘടിപ്പിക്കുക. ഒരു സ്ഥിരമായിട്ടുള്ള വിലയിൽ നല്ല ഫുഡ് സപ്ലൈ ചെയ്യുക. പിന്നെ അടുത്ത നിർദ്ദേശം അനുസരിച്ച് സപ്ലൈകൾ റിസീവ് ചെയ്യുക. അതിന്റെ ക്വാളിറ്റി സ്റ്റോർ ഇതൊക്കെ പരിശോധിക്കുക. പിന്നെ എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കുക, അതിനെ ഓരോ ഭാഗങ്ങളായി സെക്ഷനായി തിരിക്കുക, എന്തെങ്കിലും അസംബിൾ ചെയ്യുക, കൂട്ടിച്ചേർക്കുക, ഫുഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇതെല്ലാം ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. പിന്നെ പേഷ്യൻസിന് ന്യൂട്രീഷണൽ നീഡ്സ് അനുസരിച്ച് റെസിപ്പി തയ്യാറാക്കുക. പിന്നെ എന്താ നമ്മുടെ ആ ട്രീറ്റ്മെന്റിന്റെ പല ഡിസീസിലെ ട്രീറ്റ്മെന്റില് ഡയറ്റ് വഹിക്കുന്ന പങ്ക് എന്താണ്, അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശം കൊടുക്കാം. പിന്നെ എല്ലാ ആ ഡിസീസ്ഡ് കണ്ടീഷനിലുടനീളം അവര് നമ്മള് ഏതൊക്കെയാണോ ആ പേഷ്യൻസിന്റെ നീഡ്സ് എന്താണ് അതനുസരിച്ച് ആ ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യാം. പേഷ്യൻസിന്റെ നീഡ് അനുസരിച്ച് തന്നെ ഡയറ്റ് പാറ്റേൺ ഫോളോ ചെയ്യുക. പിന്നെ എല്ലാ ദിവസത്തെയും ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ മീൽസ് സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസിന് മീൽസ് സ്നാക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുക. ഈ മീൽസ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഫിസിഷ്യന്റെ സ്ട്രിക്റ്റ് ഗൈഡ് ലൈൻസ് അല്ലെ, അവരുടെ ആ ഫിസിഷ്യന്റെ റിട്ടയർഡ് ഓർഡർ അനുസരിച്ച് ഒക്കെ ആയിരിക്കണം. പിന്നെ പേഷ്യന്റ് തെറാപ്പി, എഡ്യൂക്കേഷൻ, കൗൺസിലിംഗ് ഇതൊക്കെ അറേഞ്ച് ചെയ്യുക, അതിന് നടപ്പിലാക്കുകയും ചെയ്യുക. ഡയറ്ററ്റിക്സ് പരിശീലിപ്പിക്കുക. പിന്നെ നേഴ്സിന്, മെഡിക്കൽ, ഡെന്റൽ സ്റ്റുഡൻസിന് ന്യൂട്രീഷൻ പ്രിൻസിപ്പിൾ, ഡയറ്ററി തെറാപ്പി എന്നിവയൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. ഇനി 12ാമത്തെ പോയിന്റ് ചോദിച്ചെങ്ങനെ കൊളാബറേറ്റ് വിത്ത് മെഡിക്കൽ സ്റ്റാഫ്. മെഡിക്കൽ സ്റ്റാഫുമായിട്ട് ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് സഹകരിക്കാമെന്ന്. മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കുക. എന്തിനു വേണ്ടിയിട്ടാ സഹകരിക്കാൻ പറഞ്ഞേക്കണേ? ഇൻ അറേഞ്ചിങ്, preparing and serving experimental metabolic research diet. അപ്പൊ അവര് ഈ മെഡിക്കൽ സ്റ്റുഡൻസ് സ്റ്റാഫുകള് എന്താ ആ ഒരു ഡയറ്റില് പല പല റിസർച്ച് കാര്യങ്ങൾ ചെയ്യും അല്ലെ. ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട് പല പല റിസർച്ച് കാര്യങ്ങൾ ചെയ്യുക അവർക്ക്. അപ്പൊ പുതിയ കണ്ടെത്തലുകൾ, ഇതിന് ഇന്ന ഭക്ഷണം നല്ലതാണ്, അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഡയറ്റ് ഫോളോ ചെയ്യണം, ഇന്ന രോഗമുള്ളവർക്ക് ഇതൊക്കെ കഴിക്കണം. അപ്പൊ അങ്ങനെ ഉള്ള കാര്യങ്ങൾ ആ മെറ്റബോളിക് റിസർച്ച് ഡയറ്റ്, ആ ഗവേഷണ രീതികള്, അപ്പൊ അവരുടെ ആ ഗവേഷണ രീതികൾ അത് അറേഞ്ച് ചെയ്യാനും അത് തയ്യാറാക്കാനും അത് സെർവ് ചെയ്യാനും ഒക്കെ മെഡിക്കൽ സ്റ്റാഫുമായിട്ട് സഹകരിക്കാന്നുള്ളത്. ഓക്കെ. പിന്നെ എല്ലാ പേഷ്യൻസിന്റെയും ഒരു നല്ലൊരു പോഷകാഹാര നില നിലനിർത്തണം. പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് പറഞ്ഞേക്കുന്നത് എന്താണ്? മെനൂസ് എങ്ങനെയാ ഈ എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ഫോർ അറേഞ്ചിങ് മെനു തയ്യാറാക്കുന്നതിന്, മെനു പ്രിപ്പയർ ചെയ്യുന്നതിന്, അത് ഫുഡ് സർവ് ചെയ്യുന്നതിന്, മീൽസ് ഭക്ഷണ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നതിനൊക്കെ എന്ത് വേണം? ഒരു സ്റ്റാൻഡേർഡ് വേണം. സ്റ്റാൻഡേർഡ് നിലനിർത്തുക. എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ്. അല്ല നമുക്ക് തോന്നിയ രീതിയിൽ തോന്നിയ പോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെല്ലാത്തിനും ഒരു കറക്റ്റ് ഒരു നല്ലൊരു മാനദണ്ഡങ്ങൾ വേണം. അത് ഇന്ന രീതിയിലൊക്കെ ആയിരിക്കണം, ഇന്ന രീതിയിലൊക്കെ മെനൂസ് അറേഞ്ച് ചെയ്യണം, അത് പ്രിപ്പയർ ചെയ്യണം, ഫുഡ് സർവ് ചെയ്യുന്നതിനൊക്കെ ഓരോ സ്റ്റാൻഡേർഡുകൾ സ്ഥാപിക്കുക എന്നുള്ളത്. ക്ലിയർ ആയില്ലേ? എത്രയാ 13 പോയിന്റ് ഉണ്ട്. നിങ്ങൾക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അടുത്ത നോക്കിയ പ്രോബ്ലം സിറ്റുവേഷൻസ്. ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? പ്രോബ്ലം സിറ്റുവേഷൻസ് നോക്കിയേ എന്തൊക്കെയാണ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ? ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. എല്ലായിടത്തും ഇല്ലേ തർക്കങ്ങള് അല്ലെ, പ്രശ്നങ്ങളില്ലേ? ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞ തർക്കങ്ങള്. Dispute between food service staff and nursing staff. ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങള്. ഫുഡുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാഫും ഫുഡ് സർവ് ചെയ്യുന്ന സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിൽ ഉണ്ടാകുന്ന തർക്കങ്ങൾ ഒന്നാമത്തെ പ്രശ്നമാണ് കേട്ടോ. ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ അവര് ഫേസ് ചെയ്യുന്ന ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ് പ്രോബ്ലം സിറ്റുവേഷൻസ്. ഏതൊക്കെയാണ്? ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ ഫുഡ് സർവീസ് സ്റ്റാഫ് ആൻഡ് നഴ്സിംഗ് സ്റ്റാഫ്. ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങള്. അടുത്ത കംപ്ലൈന്റ്സ് എഗൈൻസ്റ്റ് ദ ഡിപ്പാർട്ട്മെന്റ്.
ഡിപ്പാർട്ട്മെന്റിന് എതിരായിട്ടുള്ള കംപ്ലൈന്റ്സുകൾ എന്തുമായിട്ട് ബന്ധപ്പെട്ട വിത്ത് റിഗാർഡ് ടു ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ്, ഫുഡിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈന്റ്സ്. നമ്മൾ എത്ര നല്ല ക്വാളിറ്റിയിലാണെങ്കിൽ ചില ആൾക്കാർ ചില കുറ്റങ്ങളൊക്കെ പറയും അല്ലെ, കുറ്റം പറയൂലേ? നമ്മളിപ്പോ ഒരു നല്ലൊരു ഇതിന് പോയി, നമുക്ക് നല്ലൊരു പാർട്ടി ഉണ്ടായിരുന്നു, ഭക്ഷണമൊക്കെ നമ്മളൊക്കെ നന്നായിട്ട് കഴിച്ചു, എന്നാലും ചില ആൾക്കാരുണ്ട് അല്ലെ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് പറയുന്നവര് അല്ലെ, എന്തെങ്കിലും ഒരു കുറ്റം പറയണം അല്ലെ. അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റില് ക്വാളിറ്റി ആയിട്ട് അവര് തരുന്ന ആ ക്വാളിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ഫുഡിന്റെ ക്വാളിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈന്റ്സുകൾ. ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നിങ്ങൾ നല്ല ഫുഡല്ല അല്ലെങ്കിൽ നല്ല ക്വാളിറ്റി ഇല്ല അങ്ങനെയൊക്കെ പറഞ്ഞ എന്തെങ്കിലും കംപ്ലൈന്റ്സുകൾ, അത് ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന മറ്റൊരു പ്രശ്നമാണ്. കംപ്ലൈന്റ്സ് against the department with regard to the quality of the food. ഫുഡിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ഈ ഡിപ്പാർട്ട്മെന്റിന് എതിരെ ഉണ്ടാകുന്ന കംപ്ലൈന്റ്സുകൾ. അടുത്ത് നോക്കിയാൽ ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി ഇൻ ഡിപ്പാർട്ട്മെന്റ്. ട്രിവിയൽ തെഫ്റ്റ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ മോഷണങ്ങളില്ലേ, കുഞ്ഞു കുഞ്ഞു മോഷണങ്ങള്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ ഫുഡ് ഉണ്ടാക്കാൻ വെച്ചേക്കുന്ന എന്തെങ്കിലും പലചരക്ക് സാധനങ്ങൾ ഇച്ചിരി വേണേ മോഷണം പോവാം അല്ലെ, ഒരു പാക്കറ്റ് മസാല വേണമെങ്കിൽ അതിൽ നിന്ന് മോഷണം പോവാം. അങ്ങനെ കുഞ്ഞു കുഞ്ഞു മോഷണങ്ങളില്ലേ, വലിയ സ്വർണ്ണോ അല്ലെങ്കിൽ വെറ്റുള്ള സാധനങ്ങളൊന്നും അല്ല, വലിയ വിഷയനോ അങ്ങനെയുള്ളതൊന്നും അല്ല, കുഞ്ഞു കുഞ്ഞു മോഷണങ്ങൾ. അതാണ് ട്രിവിയൽ തെഫ്റ്റ് എന്ന് പറയുന്നത്. ട്രിവിയൽ തെഫ്റ്റ് ആൻഡ് റോബറി. റോബറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവർച്ചകള്, ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന കവർച്ചകൾ. ഇനി അടുത്ത നോക്കിയാൽ ബിഗ് ഫ്രോഡ്. ഇനി നോക്കിയാൽ വലിയ വലിയ തട്ടിപ്പുകൾ വരാം. Big frauds can occur in materials management department. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് തേർഡ് മൊഡ്യൂൾ പഠിക്കാനുണ്ട് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. വലിയൊരു ചാപ്റ്റർ ആണ്, ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പൊ അതിനകത്ത് ഹോസ്പിറ്റലിലുള്ള മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം. അപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ എന്താ, അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, ഉപകരണങ്ങൾ ഉണ്ടല്ലോ, എക്യുപ്മെന്റ്സ് ഉണ്ടല്ലോ, ഇപ്പൊ അരയ്ക്കാനായിട്ട് പൊടിക്കാനായിട്ട് മിക്സി ഗ്രൈൻഡർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇല്ലേ, ഫ്രിഡ്ജ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പൊ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് അതൊക്കെ അതിലൊക്കെ വലിയ വലിയ എന്താ തട്ടിപ്പുകൾ വരാം. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഓർ സ്റ്റോർ മാനേജ്മെന്റ്. സ്റ്റോർ മാനേജ്മെന്റ് എന്ന് പറയാം, അത് അവിടെ പറയുന്നുണ്ട്. മെറ്റീരിയൽസ് മാനേജ്മെന്റ് എന്നുള്ള ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ വലിയ തട്ടിപ്പുകള്, വലിയ വലിയ മിഷ്യൻ സാധനങ്ങളോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മോഷണം പോകാം. ഫ്രോഡ്, ബിഗ് ഫ്രോഡ്സ്. അടുത്ത നോക്കിയാൽ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്. വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്. വേസ്റ്റുകൾ ഡിസ്പോസ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മുടെ ഒരു ചെറിയ വീട്ടിൽ എത്രത്തോളം വേസ്റ്റ് ഉണ്ടാവുന്നേ, അടുക്കളയിൽ നിന്ന് അല്ലെ, അടുക്കളയിൽ നിന്ന് നമ്മളെ ഭക്ഷണം, അത് പച്ചക്കറി അരിയുന്നതിന്റെ സാധനങ്ങളാവാം, മറ്റുള്ള കവറുകൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒത്തിരി വേസ്റ്റുകൾ ഉണ്ടാവുന്നില്ലേ നമ്മള്. അപ്പൊ നമ്മുടെ ചെറിയ വീട്ടിൽ ഇത്രയും വേസ്റ്റ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ വലിയ ഹോസ്പിറ്റലില് നമ്മൾ ഇത്രയും പേർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം വേസ്റ്റ് ഉണ്ടാവണം. അപ്പൊ അത് ഡിസ്പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പ്രശ്നമല്ലേ. അത് പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം. അപ്പൊ അതും മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റ് നേരിടുന്ന പ്രശ്നത്തിൽ വരുന്നതാണ്, പ്രശ്നങ്ങളിൽ ഒന്നാണ് ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് ഗാർബേജ്. ഓക്കെ, ഇത്രയും പോയിന്റ്സ്, 5 പോയിന്റ്സ് ഉള്ളത്. ഓക്കെ, ഫുഡ് സർവീസ് സ്റ്റാഫും നഴ്സിംഗ് സ്റ്റാഫും തമ്മിലുള്ള തർക്കങ്ങള്, ഈ ഫുഡിന്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റിനെതിരെ ഉണ്ടാകുന്ന കംപ്ലൈന്റ്സുകള്, ചെറിയ ചെറിയ നിസ്സാരമായിട്ടുള്ള മോഷണങ്ങളും കവർച്ചകളും, പിന്നെ മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാകുന്ന വലിയ വലിയ തട്ടിപ്പുകള്, പിന്നെ വേസ്റ്റ് ഗാർബേജ് നമ്മൾ അത് ഡിസ്പോസ് ചെയ്യും, വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുന്നത്, ഇതെല്ലാം ഈ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിന്റെ അവര് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ബാക്കിയത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, ഇത്രയും മതി. ഇനി ചെറിയൊരു സെഷൻ കൂടി ഉള്ളൂ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് പുതിയ ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ തുടങ്ങാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, സ്പീഡ് കൂടുതലാണ്, നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്തിടാം കേട്ടോ. നമ്മൾ പറഞ്ഞാലാണ് ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. സാധാരണ രീതിയിൽ പറയണ പോലെ പറഞ്ഞു പോകും. എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, ആരും ഒരു മടിയും വിചാരിക്കേണ്ട. ഇത്ര പ്രാവശ്യം പറഞ്ഞു തന്നതിനും ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ എല്ലാവർക്കും പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെന്നില്ല. എന്തെങ്കിലും ഒരു സംശയം തോന്നിയ
മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ഓക്കെയാണ് എന്ന ഒരു വിശ്വാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നാണ് ഇത് പറയുന്നത്. പിന്നെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഓക്കെ ആണെന്ന് മെസ്സേജ് ചെയ്ത് ഞങ്ങൾ ഓക്കെ ആയിട്ടാണ് അടുത്ത സെക്ഷനിലേക്ക് പോകുന്നുള്ളൂ. എങ്കിലും എല്ലാവരും എന്താ പറയാ ആയിട്ട് ക്ലാസ് ഒക്കെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വെനസ്ഡേ ഉണ്ടല്ലോ, ബാക്കി അന്നേരം നോക്കാം. ഓക്കെ, ബൈ.